ഹായ് മക്കളെ, അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു മാനദണ്ഡങ്ങളും മര്യാദകളും പാലിക്കണമല്ലോ. ഞാനത് ഉറപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. പക്ഷേ നമ്മുടെ ആരോഗ്യം നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കൈപ്പിടിയിലല്ലല്ലോ ഇരിക്കുന്നത്. എന്നിരുന്നാലും ആവുന്നത് പോലെയൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് മാത്രം കരുതിയാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് മെൻ്റലി റിലാക്സ് ആവും ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയണ്ടേ, നെഗറ്റീവ്സും വരും, ഇല്ലയെന്നല്ല. എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്ക് റിലാക്സാണ് അല്ലേ. പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ ക്ലിയർ ആയിരിക്കണം, ആ ഒരു അന്തരീക്ഷം ക്ലിയർ ആയിരിക്കണം. നമുക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും പാടില്ല. അപ്പം അങ്ങനെ ഒരെണ്ണം കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ വോയിസ് ചിലപ്പോൾ ഇങ്ങനെ അടഞ്ഞതുപോലെ ആയിപ്പോണം. നമുക്ക് ഇത് ഉറച്ചങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ. നമ്മുടെ വീട്ടിനകത്ത് അങ്ങനെയാണ്, പുറമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്തടുത്ത് വീടുകളാണ്, അപ്പോൾ നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് വോയിസ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ മുറിക്കകത്ത്, എൻ്റെ മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്നിട്ടുള്ള പല കോണിലിരുന്ന് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അത് കണക്കാക്കൊന്നുമില്ല. പക്ഷെ പറയാതെ പോകാനും വയ്യ. ആൺമക്കളുള്ള ഓരോ അമ്മമാരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ മകന് ഉത്തരവാദിത്വ ബോധമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ചുമതലാബോധമുണ്ടാക്കാൻ ഒരു കല്യാണം കഴിപ്പിച്ചാൽ നന്നായിരിക്കും എന്നും പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ ജീവിതം പരിഹരിപ്പിക്കാനായിട്ട് മുതിരരുത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലേ? നിങ്ങൾക്കൊരു മകളുണ്ട്, ആ മകളോടത്ത് ഈ ഒരു രീതിയിലുള്ളൊരു ഇതായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതുപോലെ തന്നെ ഓരോ അമ്മമാരും, ഓരോ പെൺമക്കളുള്ള അമ്മമാരും അങ്ങനെ ചിന്തിക്കത്തില്ലേ? ഈ ആൺമക്കളുള്ള അമ്മമാരൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. ആൺമക്കൾക്ക് പിന്നെ ഉത്തരവാദിത്വം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പരീക്ഷണ വസ്തുവായിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ എടുക്കുക. അതുമാത്രമല്ല, പിന്നെ പെൺമക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. പ്രധാന കുഞ്ഞുങ്ങളുണ്ടാവില്ല, ഉടനെ പിന്നെ ആൺമക്കളെ കൊണ്ട് കെട്ടിക്കുക, വരുന്ന കുട്ടിയിലൊരു കുഞ്ഞുണ്ടാക്കി അങ്ങ് പെൺമക്കൾക്ക് വളർത്താൻ കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള അമ്മമാരുണ്ട് ഈ ലോകത്തുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിലെന്ന് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഉണ്ടായിരിക്കില്ല. അപ്പം എന്നാലും കേരളത്തിലായിരിക്കും കൂടുതൽ, മനസ്സിലായോ? കേരളത്തിലായിരിക്കും കൂടുതൽ ഇങ്ങനെയൊക്കെ ചിന്താഗതികളുള്ള, ഈ ദുർചിന്താഗതിയുള്ള കൂടുതലും കേരളത്തിൽ തന്നെയായിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞല്ല, എൻ്റെ അനുഭവങ്ങൾ, ഞാൻ നേരിട്ട അനുഭവങ്ങൾ, എൻ്റെ നേർക്ക് വന്ന അനുഭവം, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഇവരും പറഞ്ഞിട്ടും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കണ്ടതൊന്നുമല്ല കേട്ടോ. എൻ്റെ സൗണ്ട് മാറിക്കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. മറ്റൊന്നും വിചാരിച്ച് അല്ല, നമുക്ക് ആ പറഞ്ഞു വരുമ്പോഴുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രയാസവും ദുഃഖവും എല്ലാം കൂടെ നമുക്ക് കയറി വരും, ദേഷ്യവും ഒക്കെ കൂടെ ഒരുമിച്ച് കയറി വരും. അതുകൊണ്ടാട്ടോ തിരിച്ച മുഖത്തോടുകൂടി നിങ്ങളുടെ മുമ്പേ വന്നിരിക്കുമ്പോഴും നമ്മൾ ഉള്ളു കരയുന്നത് നിങ്ങൾ ഉണ്ടോ? ഇല്ല. എൻ്റെ ജീവിതത്തിലുണ്ടായതും എൻ്റെ ഒരു മകളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം ഒരുപോലെ ആയിപ്പോയപ്പോഴത്തേക്കും ആ താങ്ങാനുള്ള കരുത്ത് നമുക്ക് ഈശ്വരൻ തന്നു എന്ന് മാത്രം, എനിക്ക് ഈശ്വരൻ തന്നു എന്ന് മാത്രം ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. ആ ഒരു ശക്തി ഇല്ലാതിരുന്നിരുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. നിങ്ങൾക്കറിഞ്ഞുകൂടാ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ എൻ്റെ കാഠിന്യം എത്രയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്നെ കെട്ടിയ ആളിൻ്റെ വീട്ടുകാർ അങ്ങനെയാണ് ചിന്തിച്ചത്. ആ പുള്ളിയെ ഒരു ഉത്തരവാദിത്വ ബോധം, കുടുംബസ്ഥനാക്കാൻ വേണ്ടി പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തതാണ് എന്നെ.
നന്നായിട്ട് കുടുംബം വരുന്നു നോക്കി കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ട് 8 പെണ്ണുങ്ങളുടെ കുടുംബസ്ഥ തന്നെ കുട്ടികളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രം. ഈ ഇത്രയും പേരെ തിരിഞ്ഞു നോക്കുന്നതെന്ന് മാത്രമല്ല, എല്ലാവരും കുഞ്ഞുങ്ങളുണ്ടായി ഉപേക്ഷിച്ച് പോകുക എന്നുള്ളതാണ് അയാളുടെ ഒരു കലാപരിപാടി. മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക, ഉപേക്ഷിക്കുക, എന്തെങ്കിലും ഒരു കാരണം കണ്ടിട്ട് വഴക്കുണ്ടാക്കുക, ഉപേക്ഷിക്കുക, അങ്ങനെ ഒരു സ്വഭാവം. അത് അവിടെ നിൽക്കട്ടെ. ഇനി എൻ്റെ മകളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ആ വീട്ടുകാരങ്ങനെ അമ്മയും പെങ്ങളും കൂടെ എടുത്ത ഒരു തീരുമാനമാണ്. ആ കുട്ടി എന്തെല്ലാം സ്വപ്നങ്ങളായിട്ടായിരിക്കും ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? വേറെ 22 വയസ്സ് 21-22 വയസ്സുള്ളപ്പോഴാണ് എന്നെ കെട്ടിച്ചു വിട്ടത്. എൻ്റെ ജീവിതത്തിൽ അതിന് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ആ കുട്ടി മെൻ്റൽ ഡിപ്രഷനായിപ്പോയി ആ വീട്ടിൽ പോയിട്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു വീട്ടുകാരായിരുന്നു. കെട്ടിച്ചു വിട്ട പെങ്ങൾ വീട്ടിൽ തന്നെയുണ്ടെന്ന് പയ്യനും പറഞ്ഞില്ല, പയ്യൻ്റെ അമ്മയും പറഞ്ഞില്ല. മനസ്സിലായില്ലേ? ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ കുട്ടിയും അതിൻ്റെ ഭർത്താവും അവിടെ തന്നെയാണ് താമസം. ഒരേപോലെ ഏതൊരു 2 പെണ്ണുങ്ങൾ തമ്മിൽ ചേർന്ന് പോകത്തില്ല. ആദ്യം അത് ഈ ആൺകുട്ടികളുടെ അമ്മമ്മ മനസ്സിലാക്കുക. 2 പെൺകുട്ടികൾ തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല. പരസ്പരം ഈഗോ ഉണ്ടാവും. സ്വന്തം മകൾ ഉള്ളപ്പോൾ മരുമകളെ സ്നേഹിച്ചാൽ അത് ആ മകൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അവിടെ താളപ്പിഴകളുണ്ടാകും, കുടുംബ പ്രശ്നങ്ങളാകും. അത് വളരെ പ്രധാനമാണ്. അതൊക്കെ കണ്ടും ആലോചിച്ച് വേണം മുന്നോട്ട് നീങ്ങും. പിന്നെ പെൺമക്കൾക്ക് എന്തെങ്കിലും കുറവുണ്ട്, എന്തെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പോരായ്മകളുണ്ടെങ്കിൽ ഉടനെ എടുക്കേണ്ടുന്ന ഒരു ഇതെല്ലാം മകനെ കൊണ്ട് കെട്ടിച്ച് ആ കുട്ടിയിലൊരു ഉണ്ടാക്കി മകൾക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയാണോ? ഞാൻ ചോദിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയാണോ ഇതൊക്കെ? പക്ഷെ ഇതൊക്കെ നമ്മളെ തരണം ചെയ്ത് ഒരു പ്രകാരത്തിൽ ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഇതോടുകൂടി, ഇങ്ങനെ ഈ ഒരു കാരണത്തോടു കൂടി എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഇടയിൽ ഞാൻ അവഗണനയായിട്ട് എനിക്ക് അവഗണിക്കപ്പെട്ടു, ഒറ്റപ്പെടുത്തി. കാരണം ഞാൻ ഒന്നും അന്വേഷിക്കാതെ അവളെ കെട്ടിച്ചു എന്നുള്ള ഒരു പഴി പറച്ചിലായി. നമുക്ക് പുറമെ നിന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും മനുഷ്യരൊക്കെ ഇങ്ങനെയാണെന്ന്, അല്ലേ? അനുഭവത്തിൽ വരുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ പയ്യന് ജോലി ഉണ്ടായിരുന്നു, അതും കളഞ്ഞു കുളിച്ചു അവർ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ ഞാൻ സ്ത്രീധന വിരോധിയാണ് കേട്ടോ. സ്ത്രീധനം രൂപ ഒന്നും കൊടുത്തിട്ടില്ല, ലക്ഷങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സ്വർണ്ണാഭരണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആവശ്യത്തിന് അതുപോലും ഇല്ലാതാക്കി അവർ, ആ വീട്ടുകാർ. ഈ പയ്യൻ കെട്ടിയെന്നുള്ളതേ ഉള്ളൂ. അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ലോകം വേറെ ഒന്നായിരുന്നു. ഞാൻ ആ പയ്യനെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരിക്കലും എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നിരിക്കാം, സ്വപ്നങ്ങളുണ്ടായിരുന്നിരിക്കാം. അതൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ സ്വന്തം മകളുടെ കുറവുകൾ പരിഹരിക്കാനായിട്ട് അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ഒരു ഇതാണിത്. അപ്പോൾ നമുക്ക് ആ പയ്യന്, കാരണം സെൻറ്റിമെൻസിൽ വീഴ്ന്നു പോകുന്ന പയ്യന്മാരാണെങ്കിൽ അമ്മയും സഹോദരിയൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് സമ്മതിക്കും. എൻ്റെ പിന്നാലെ വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഒന്നും ചിന്തിക്കത്തില്ല. ഇങ്ങനെയുള്ളവരൊന്നും പിന്നാലെ വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കത്തില്ല. അപ്പോൾ അവർക്ക് അവർ പറയുന്നത് പോലെ അനുസരിക്കുക എന്നുള്ളതാണ്. പിന്നാലെ ഇതൊരു പെൺകുട്ടിയുടെ വീട്ടുകാരറിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും, വലിയ പ്രശ്നമാകും എന്നൊക്കെ വരുമ്പോൾ അതൊരു ഭയങ്കര അനുഭവമായിരിക്കും. അവർക്കും താങ്ങാൻ പറ്റില്ല. കുറ്റം ആയിരിക്കില്ലേ, ഇല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പയ്യന്മാർക്ക് താല്പര്യമില്ലാതെ കല്യാണം കഴിച്ചാൽ ഈ പെൺകുട്ടിക്ക് എന്ത് ദുഃഖമുണ്ടെന്നുള്ളത് അവർ അന്വേഷിക്കുകയില്ല, അവർ തിരിഞ്ഞു നോക്കത്തില്ല. അവർക്ക് എന്ത് വേണം, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇതൊന്നും അവർ തിരിഞ്ഞു നോക്കത്തില്ല. അവർ കെട്ടിക്കൊണ്ടുവന്നു,
അമ്മ പിന്നെ ആർക്ക് വേണ്ടി, അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്നു. അവർ നോക്കൂ, ഇനി ബാക്കി അവർ നോക്കിക്കോളൂ ആ കുട്ടിയുടെ കാര്യം. മനസ്സിലായില്ലേ? ഇത് ഞാൻ എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള മൂന്നാമതൊരാളിൽ നിന്ന് ചുറ്റുവട്ടത്തിൽ നിന്നുള്ളതല്ല. ചുറ്റുവട്ടത്തൊക്കെ ഇതുപോലത്തെ അനുഭവത്തിൽ കാണും, ഉണ്ടാവാം, ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇതെൻ്റെ നേരിട്ടുള്ള അഭിനയം, എൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കേട്ടില്ലേ? തീരെ സഹോദരി എന്നുള്ളൊരു കുട്ടിയിൽ നിന്ന് തീരെ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൾ വന്നു. കാരണം ഞാൻ അതുവരെ ഞാൻ ആവത് ഞാൻ പറഞ്ഞു എങ്ങനെയും അവിടുത്തെ അമ്മ മരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതുവരെ എങ്ങനെയും അവിടെ നിന്നേ പറ്റത്തുള്ളൂ. വേറൊന്നും കൊണ്ടിട്ടില്ല, നമുക്ക് തല്ലി പിരിയാൻ എളുപ്പമാണ്. അങ്ങനെ എന്നെ കുറേയേറെ ദുഃഖാർത്ഥമായ കാര്യങ്ങളുണ്ട് അതിനകത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അവൾക്ക് തീർത്തും പറ്റാതെ വന്നപ്പോൾ അവൾ ഡിപ്രഷനിലേക്ക്, ടോട്ടലി ഡിപ്രഷനിലേക്ക് പോയി. അന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കണ്ട് സത്യം പറഞ്ഞ് അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. അറിയുക, അവളുടെ ആ ഡിപ്രഷൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ സ്വയം ഇരുന്ന് ഓരോന്ന് പുലമ്പിക്കൊണ്ടിരിക്കുക, ഒക്കെ എപ്പോഴും വിഷമം, ടെൻഷൻ, പ്രയാസം, അതിൻ്റെ ഒരു ആഫ്റ്ററായിട്ട് അവർക്ക് ഫിക്സ് വരിക. അനുഭവിക്കാൻ ഇനി ഒന്നും ഇല്ല കുട്ടികളെ, അനുഭവിക്കാനൊന്നും ഒന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ നേരിട്ട് നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ മാത്രമേ അതിൻ്റെ ആഴം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് പറഞ്ഞില്ലേ, അനുഭവങ്ങൾ ഓരോന്നിട്ട്. പക്ഷെ കൈപ്പേറിയതാവും, നമുക്ക് ചിരിച്ചുകൊണ്ടും തമാശയായിട്ടും ഒക്കെ ഇങ്ങനെ ചിരിച്ച് പറഞ്ഞു പോകാം. ഉള്ളിൽ നീറുമ്പോഴും നമ്മൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തണമല്ലോ, ഇല്ലേ? സഹൃദയരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു എന്താ പറയുക, ഒരു അഭിനേതാവിൻ്റെ, ഒരു കലാകാരൻ്റെ കർത്തവ്യം അല്ലേ? അങ്ങനെ അങ്ങ് പോകാൻ നമുക്കല്ലേ. അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നമ്മുടെ വീട്ടിൽ ടോട്ടലി നമ്മൾ അവഗണിക്കപ്പെട്ട ഒറ്റപ്പെടൽ ആവുമ്പോഴേ നമ്മളെ എത്രമാത്രം നമ്മളെ മാനസികമായിട്ട് ബാധിക്കുന്നത് മനസ്സിലായി. നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തതെന്നതല്ല. നമ്മളിങ്ങനെ സംഭവിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. മനസ്സിലായി? കുറച്ചുകൂട്ട് കെട്ടിക്കഴിഞ്ഞു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്ന ഈ വീട്ടുകാരിങ്ങനെയാണ്, അവരിതിന് വേണ്ടിയിട്ടാണ് ഇതിന് തയ്യാറായത്. എൻ്റെ അനുഭവത്തിൽ അവർ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിവാഹം ഉള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. എൻ്റെ മകളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വത്തും പണവും വേണമായിരുന്നു. അവരതിന് കണ്ടെത്തിയ ഒരു മാർഗമാണ് മകന് നല്ല നടപ്പ് വരുത്താനായിട്ട് ഒരു നാട്ടുകാരെ ബോധിപ്പിക്കാനൊരു കല്യാണവും അവർക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുമെന്ന് വിചാരിച്ചു. സ്വത്ത് കിട്ടിയില്ല, പണമൊക്കെ പോയി. അതൊക്കെ കുറേ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പുള്ളി ഒരു വല്ലാത്തൊരു പറയുന്നില്ല. ഞാൻ മാച്ചകളാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ മനസ്സിൻ്റെ മാച്ചകളാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പോകുന്നു മക്കളെ. ഇന്നത്തെ കാര്യം ഇത്രയും പോരെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരത്തില്ല. ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതാ കേട്ടോ. അപ്പോൾ ആൺകുട്ടികളുള്ള ഓരോ അമ്മമാരും സ്വയം ഒന്ന് ചിന്തിക്കുക, ചെയ്യുന്നത് ശരിയാണോ? ഒരു പെൺകുട്ടിയെ ബലിയാടാക്കുന്നത്, മകനെ നന്നാക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ ബലിയാടാക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ടാറ്റാ.